ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2021 ചോദിച്ച LDCയിലെ കണക്കിലെ ചോദ്യങ്ങൾ. കണക്കിനെ സംബന്ധിച്ച് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. നമുക്ക് ഈ 10 ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ഉപകാരപ്രദമായ ആപ്ലിക്കേഷനാണ് അൺഅക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒട്ടനവധി ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം LDC മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തിവരുന്ന മിഷൻ LDC 2021. LGS എക്സാമിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ജേതാവ് എന്നൊരു ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ആരംഭം ഇതുവരെ PSC തുടങ്ങിയിട്ടില്ലാത്തവർക്കും ഇപ്പോൾ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒരു ബാച്ച് കോഴ്സാണ് ആരംഭം. തുടർന്നുള്ളത് പ്രയാണം റിസർച്ച് ഓഫീസർ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസുകൾ നടത്തി വരുന്നു. ദിശ ഇതൊരു 80 ദിന ബാച്ച് കോഴ്സാണ്. +2 ലെവലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസുകൾ കൈകാര്യം ചെയ്തു വരുന്നു. കൂടാതെ ജേതാവ്, പിന്നെയുള്ളത് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട ബാച്ച് കോഴ്സുകൾ. അങ്ങനെ ഒട്ടനവധി ബാച്ച് കോഴ്സുകളും അതിനെ കൂടാണ്ട് ഒട്ടനവധി ടെസ്റ്റ് സീരീസും മോക്ക് ടെസ്റ്റ് സീരീസും അതിനെ കൂടാണ്ട് PSCയുടെ ഏറ്റവും പ്രധാന ടോപ്പിക്കായ കറണ്ട് അഫയേഴ്സും ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. കൂടാതെ ഒട്ടനവധി പ്ലസ് ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. അതായത് കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, മോക്ക് ടെസ്റ്റ് സീരീസ്, മറ്റു റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ, അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൈകാര്യം ചെയ്തു വരുന്നു. ഈ ക്ലാസ്സുകൾ മികച്ച ഓഫറിൽ ലഭിക്കുവാൻ RAcademy10 എന്ന കോഡ് എല്ലാവർക്കും റെഫർ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, വർഷത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ തുക 2205 ആയി എങ്കിൽ പലിശ നിരക്ക് എത്ര? ഇപ്പോൾ കൂട്ടുപലിശ കാണുന്നതിനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. A = P × 1 + R/100 ഇതാണ് ബേസിക് ഇക്വേഷൻ. A = P × 1 + R/100 ഇതിൽ A എന്താണ്? തുകയും പലിശയും കൂടെ ചേർന്നിട്ടുള്ള തുകയാണ് A എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എടുത്തെഴുതുക 2205 = P എത്രയാണ്? പ്രിൻസിപ്പൽ 2000 രൂപ × 1 + R/100. നമുക്ക് R അറിയത്തില്ല. N എത്രയാണ്? 2 വർഷം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 100 + R/100 അതെങ്ങനെ എഴുതിയത്? 100 × 1 100 + R/100 അതിൻ്റെ വാല്യൂ എടുത്തെഴുതി. ഇനി ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എടുത്താൽ മതി. 2205/2000, ആ 2000നെ താഴെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുക. അത് = 100 + R/100 ഇനി 2205 എന്ന് പറയുന്നത് 21ൻ്റെ സ്ക്വയറാണ്. 2000 എത്രയാണ്? 20ൻ്റെ സ്ക്വയർ. അപ്പോൾ 21/20 = 100 + R/100 അപ്പോൾ രണ്ട് സൈഡും സ്ക്വയർ ഉള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 21/20 = 100 + R/100. ഇനി ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തെടുത്താൽ മതി. 21 × 100 2100 2100 = 20 × 100 2000 + 20 R. ഈ 2000നെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. എത്ര കിട്ടും? 2100 - 2000 100 = 20 R. അതിൽ നിന്ന് R എങ്ങനെ കാണും? 100/20 5 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 5. അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിൻ്റെ വികർണം 12 സെൻറ്റിമീറ്റർ ആകുന്നു. അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എത്ര? അപ്പോൾ വികർണം തന്നിരുന്നാൽ അതിൻ്റെ വിസ്തീർണം കാണാൻ ബേസിക് ഇക്വേഷൻ പഠിക്കുക. A²/2 സിമ്പിൾ ആണ്. 12² 144. അപ്പോൾ എന്താണ്? 12² 144/2 എത്ര കിട്ടും? 72 എന്ന് കിട്ടും. 72 ഉള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം,
ഒരു പരീക്ഷയ്ക്ക് ഹാജരായവരിൽ 49.3% കുട്ടികൾ വിജയിച്ചു. ജയിച്ചവരുടെ എണ്ണം 23,128 ആയാൽ ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? ഇത് ക്രിയ ചെയ്യാനൊന്നും നിൽക്കണ്ട. 49.3% എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 50%, അതായത് പകുതി കുട്ടികൾ. അപ്പോൾ ഈ പകുതി കുട്ടികളുടെ എണ്ണമാണ് 23,128. അങ്ങനെയെങ്കിൽ മുഴുവൻ കുട്ടികൾ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും, ഏകദേശം 46,000 റേഞ്ച്. അപ്പോൾ 46,000 റേഞ്ചിലുള്ളത് ഇത് വരത്തില്ല, ഇതും വരത്തില്ല, ഇതും വരും. എന്നാൽ ശ്രദ്ധിക്കുക, 50-നേക്കാൾ 0.7% കുറവുള്ളൂ. അപ്പോൾ ഈ 47,000 ഒന്നും വരത്തില്ല. അതായത് 23,128 ഇരട്ടി എടുക്കുക, അത് 46,000 സംതിങ് വരും. അതിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ, 46,913. അടുത്ത ചോദ്യം, 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 2 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരാളെ കടന്നു പോകുവാൻ 10 സെക്കൻഡ് എടുത്തു എങ്കിൽ ട്രെയിനിൻ്റെ വേഗത. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ക്യാൻസൽ ചെയ്യേണ്ട ചോദ്യമാണ്. കാരണം ഈ സഞ്ചരിക്കുന്ന ഒരാൾ ഏത് ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ട്രെയിനിൻ്റെ ഡയറക്ഷൻ തന്നെയാകാം, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാകാം. എങ്കിലും പഠിക്കുക, 2 ട്രെയിൻ, അതായത് ഈ വ്യക്തിയെ നമ്മൾ ട്രെയിനായിട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മൾ വ്യക്തിയെയും ട്രെയിനായിട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ. എന്താണ്? 2 ട്രെയിൻ സമാന്തരമായി ഒരു ദിശയിൽ ഓടുമ്പോൾ അവ കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്, 10 സെക്കൻഡ് എന്ന് പറയുന്നത്, അവയുടെ നീളത്തിൻ്റെ തുക 150 മീറ്റർ. ആളിൻ്റെ നീളം നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. അവയുടെ നീളത്തിൻ്റെ തുക ബൈ വേഗതകളുടെ വ്യത്യാസം. ഇപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ വേഗത അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആളിൻ്റെ വേഗത വ്യത്യാസമാണ് എടുക്കുന്നത്. സെയിം ഡയറക്ഷൻ ആയാൽ 2 km/h. ഇനി ഇവിടെ യൂണിറ്റ് എല്ലാം ഒറ്റ ഇതിലോട്ട് മാറ്റണം. നമ്മളിവിടെ km/h എല്ലാം ആക്കുന്നത്. അപ്പോൾ 150 മീറ്ററിനെ കിലോമീറ്റർ ആക്കുമ്പോൾ 0.150. നമുക്കിത് ഒന്നുകൂടെ എടുത്ത് ചെയ്യാം. അപ്പോൾ 150 മീറ്റർ, അതിനെ 0.150 കിലോമീറ്റർ, അത് ബൈ x-2 = 10 സെക്കൻഡ്. സെക്കൻഡിനെ നമ്മൾ മണിക്കൂറിലാക്കുവാണ്. അപ്പോൾ 10/60 × 60. ഇപ്പോൾ എന്തായി? ഇത് മണിക്കൂറിൽ ആയി. ഇനി ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് എടുത്താൽ മതി. അതിന് മുമ്പ് ഇവിടെ വെച്ച് നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്യാം. 60. അപ്പോൾ ഈ x-2 എന്ന് പറയുന്നത് 6 × 60 × 0.150. അതിനെ നമുക്ക് 1.5 എന്ന് എഴുതാം. എന്നിട്ട് ഈ 0നെ ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ x-2 എന്ന് കിട്ടുന്നത്, x-2 എന്ന് പറയുന്നത് 36 × 1.5. അത് ചെയ്യുമ്പോൾ നമുക്ക് 56 എന്ന് കിട്ടും. അപ്പോൾ x = 56 + 2 50. ഇത് ചെയ്യുമ്പോൾ 36 × 1.5 ചെയ്യുമ്പോൾ 54 എന്നാണ് കിട്ടുന്നത്. അതേ +2 54 + 2 56. അപ്പോൾ നമുക്കിവിടെ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. എന്നാൽ വ്യത്യസ്ത ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആയേനെ. എങ്കിൽ 54 - 2 52. അപ്പോൾ നമുക്കിവിടെ 52, ഇവിടെ ഏത് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല. ഡയറക്ഷൻ ഒന്നും പറയാത്തത് കൊണ്ട് നമുക്കിവിടെ PSCക്ക് 2 ആൻസറും നമുക്ക് ഇതിൽ ഇൻവോൾവ് ആയി വരാൻ സാധിക്കും. അതായത് 52 വരും, 56 വരും. അപ്പോൾ ഇത് 2 ഉള്ളതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യാവുന്നത് ചോദ്യമാണ്. കാരണം ചോദ്യം കംപ്ലീറ്റ് അല്ല. അടുത്ത ചോദ്യം, ഒരു ടാങ്ക് അതിൻ്റെ 4/3 ഭാഗം വെള്ളം നിറച്ചിരിക്കുന്നു. 5 ലിറ്റർ കൂടി ഒഴിച്ചാൽ അതിൻ്റെ 4/5 ഭാഗം, 4 ഭാഗം നിറയുമെങ്കിൽ ടാങ്കിൻ്റെ യഥാർത്ഥ ശേഷി, അതായത് 4/3 ഭാഗം ഉണ്ട്, 4 ഭാഗം കൂടി ഒഴിക്കുമ്പോൾ 5 ലിറ്റർ കൂടി ഒഴിക്കുമ്പോൾ ടാങ്ക് നിറയും. അതായത് അതിൻ്റെ 4/5 ഭാഗം നിറയും എങ്കിൽ അതിൻ്റെ യഥാർത്ഥ ശേഷി, അതായത് ഇവിടെ വേറെ ഒന്നുമില്ല, 4/3 ഭാഗം വെള്ളം ഉണ്ട്.
അതിലോടുകൂടി 5 ലിറ്റർ കൂടി ഒഴിച്ചാൽ 4 ഭാഗം ആകും. അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം 5/4, 4/5 മൈനസ് 3/4 എന്ന് പറയുന്നത് 5 ലിറ്റർ. ഇതൊന്ന് ക്രിയ ചെയ്തെടുക്കുക. 20, 16 - 1, അപ്പോൾ 1/20 എന്ന് പറയുന്ന 5 ലിറ്റർ. അതായത് 20-ൽ 1 എന്ന് പറയുന്നത് 5 ലിറ്റർ. അപ്പോൾ ഈ ടാങ്ക് നിറയാൻ ഇനിയും പ്ലസ് 19 കൂടെ വേണം. അതായത് 20-ൽ 20, 20-ൽ 1 5 ആയാൽ 20-ൽ 20 എത്രയാണ്? 100%, അതായത് 100 ആണ്. അപ്പോൾ ടാങ്കിൻ്റെ മൊത്തം കപ്പാസിറ്റി എത്രയാണ്? 100 ലിറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, പേനയെ പെൻസിൽ എന്നും പെൻസിലിനെ ചോക്ക് എന്നും സ്ലേറ്റ് എന്നും സ്ലേറ്റിനെ പേപ്പർ എന്നെഴുതിയാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതുവാൻ ഉപയോഗിക്കുന്നത്, നമ്മൾ എഴുതുവാൻ ഉപയോഗിക്കുന്നത് എന്താണ്? പേനയാണ്. അപ്പോൾ പേനയെ എന്താ പറയുന്നത്? പെൻസിൽ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 0, 7, 26, 65, 124, 215 അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സീരീസ് തെറ്റാണ്. കാരണം അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് 1 ക്യൂബ് - 1 = 0, 2 ക്യൂബ് - 1 = 7, 3 ക്യൂബ് - 1 = 26, 4 ക്യൂബ് - 1 63 വരേണ്ടത്. ഇവിടെ 65 കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. 5 അടുത്തത് 5 ക്യൂബ് - 1 124, 6 ക്യൂബ് - 1 215 എങ്കിൽ അടുത്തത് ഏത് വരണം? 7 ക്യൂബ് - 1, 7 ക്യൂബ് 343 343 - 1 342. പക്ഷേ ഇവിടെ ഒരു സംഖ്യ തെറ്റിച്ചതുകൊണ്ട് ഇതും ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, ABCDEF എന്നീ 6 പേർ പരസ്പര അഭിമുഖമായി വട്ടത്തിൽ ഇരിക്കുന്നു. ഉടനെ തന്നെ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുന്നു. 6 പേരാണ് ഉള്ളത് ഒന്നും മാർക്ക് ചെയ്യുക. 1, 2, 3, 4, 5, 6. ഇനി പറയുന്നു, എഫ് എന്നയാൾ ബിയുടെ ഇടത്ത് നിന്ന് മൂന്നാമത്. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് ബി എടുത്തു. എഫ് എന്നാൽ ബിയുടെ ഇടത്ത് നിന്ന് മൂന്നാമത്. അപ്പോൾ ഇടത്ത് ഇങ്ങോട്ടാണ്. 1, 2, 3. എഫ് ഇരിപ്പുണ്ട് ഇടത്ത് നിന്ന് മൂന്നാമത്. എ എന്നയാൾ സിയുടെ ഇടത്തു നിന്ന് നാലാമത്. അപ്പോൾ എ എന്നാൽ സിയുടെ, അപ്പോൾ സി നമുക്കറിയില്ല, ഇവിടെ സി എടുത്തു. എ എന്നാൽ സിയുടെ ഇടത്തു നിന്ന് നാലാമത്. 1, 2, 3, 4. ഡി എന്നാൽ സിക്കും എഫിനും ഇടയിലാണ്. സിക്ക് എഫിനും ഇടയിൽ ആരാണ്? ഡി. ഇ എന്നാൽ എക്കും എഫിനും ഇടയിലാണ്. ഇ എങ്കിൽ ഇയുടെ എതിർവശം ഇരിക്കുന്നു ആരാണ്? സി ആണ് ഇരിക്കുന്നത്. ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്താനാണ്. 7, 9, 11, 13 ഏതാണ് ഒറ്റയാൻ? 9. 9 എന്താണ്? പ്രൈം നമ്പറാണ്. 9ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 3, 9. 7ൻ്റെത് 1ഉം 7ഉം തന്നെയാണ്. 11ൻ്റെത് 1ഉം 11ഉം തന്നെയാണ്. 13ൻ്റെത് 1ഉം 13ഉം തന്നെയാണ്. പ്രൈം നമ്പർ ആയിട്ടുള്ളത് 1, 3, 9. അപ്പോൾ 9 ആണ് ആൻസർ. അടുത്ത ചോദ്യം, ക്രിയ ചെയ്യാനാണ്. വേറെ ഒന്നുമില്ല, ആദ്യം ചിഹ്നങ്ങൾ മാറ്റി കൊടുക്കുക, എന്നിട്ട് ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യുക. 48 പ്ലസിന് എന്താ കൊടുക്കേണ്ടത്? ഡിവിഷനാണ്. 48 ഡിവിഷൻ 16. ഡിവിഷൻ എന്താ കൊടുക്കേണ്ടത്? മൈനസാണ് കൊടുക്കേണ്ടത്. 4. മൈനസിന് എന്താ കൊടുക്കേണ്ടത്? ഗുണനമാണ് കൊടുക്കേണ്ടത്. ഗുണനത്തിന് എന്താ കൊടുക്കേണ്ടത്? അധികമാണ് കൊടുക്കേണ്ടത്. 48/16 3 ആണ്. 3 - 2, 4 8 ആണ്. പ്ലസ് 8. 8ഉം 8ഉം ക്യാൻസലായി, ബാക്കിയുള്ളത് 3 ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് കണക്കിലെ രസകരമായ, ചിന്തിപ്പിച്ചതും ചിന്തിപ്പിക്കാനായതുമായ, തെറ്റിച്ചതുമായ കുറച്ച് ചോദ്യങ്ങൾ. അപ്പോൾ ഇനിയുള്ള എക്സാമിന് ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ആഞ്ഞ് ശ്രമിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.